പൊന്നു നേർക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ? വാ. അപ്പൊ എങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പോയാലോ? ആള് ഇവിടെ ഇല്ല, വൈകുന്നേരം ആകുമ്പത്തിനൊക്കെ വരും. അപ്പൊ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കാം. പലർക്കുള്ള ഡൗട്ടാവും, ഞാനും ഇളയിച്ച് ഒരുമിച്ചാണോ താമസം, ഒരു വീട്ടിലാണോന്ന്. അല്ല, ഒരുമിച്ചല്ല താമസം. ഓള് തറവാട്ടിൽ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെ വീടും. അതുകൊണ്ട് വേറെ വേറെ വീട്ടിൽ നിൽക്കുന്ന ഫീലൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടൊരു കേക്കാണ്. പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആളെത്തിട്ടോ. ബർത്ത്ഡേ ബേബിയാ? കേക്ക് വേണോ? ഇങ്ങനെ അവള് 15 ദിവസം അവിടെ ഇരുന്നാണ്ട് എത്തിക്കണം കേട്ടോ. എവിടെ വിൻഷിത? അപ്പൊ ഇതിന് കേക്ക് മാന്തിയോ? എങ്ങനെയുണ്ട്? ക്രാക്ക് വന്നതാ. ഞമ്മക്കല്ലേ വിചാരിച്ചോണ്ട് സിറപ്പൊക്കെ നല്ലോണം കൊണ്ടുവച്ചു. കട്ട് ചെയ്യാം. ഞാൻ കത്തിയെടുത്ത് തരാം. എമിനെ ജേറക്ക് പാട്ട് പാടി കൊടുക്കേ. അങ്ങനെ പറയരുത്. അനക്ക് നീ കേക്ക് തന്നെ ഉണ്ടായി തരില്ലേടി? ആരെ ബർത്ത്ഡേ ആണ്? എനിക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? വേറെ എമിനെ ആരെ ബർത്ത്ഡേ ആണ്? എമിനെ എടാ നോക്കാം. ആരെ ബർത്ത്ഡേ ആണ്? ആരെ ബർത്ത്ഡേ? ഏത് ശരമണി? ബായ് കൊടുത്തേ എമിനെ. എമിന് ബായ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ കേക്ക് മുറിച്ചു. ഇവിടെ അടിപൊളി. അതിവിടെ ഉണ്ടാക്കിയതായിട്ടോ. ആണല്ലേ ചോദിച്ചത്. ഈ കേക്കിന്റെ ഇത് വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കും. എന്താ റെസിപ്പിയോ? അല്ല, നമ്പർ കോണ്ടാക്ട് ചെയ്യാം. പരിപാടി ഞാൻ നിർത്തി. അപ്പൊ ശരി. എന്നാ ശരി. അപ്പൊ ശരി. ഓക്കെ ബൈ. ഒരു ബൈ ഉണ്ടോ? ബൈ ഗൈസ്.